ഹലോ മച്ചമാരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ബബബ അങ്ങനെ വില്ലൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. പ്രീ സെയിലിൽ റെക്കോർഡ് തൂക്കുമെന്ന് പ്രതീക്ഷിച്ചു, റെക്കോർഡ് തൂക്കി എന്ന് വിധി വന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ കളങ്കാവലിൻ്റെ മുന്നിൽ ഈ ഒരു സിനിമ അടിയറവ് പറഞ്ഞിരിക്കുന്നു. ടോട്ടൽ പ്രീ സെയിലിൽ ഈ ഒരു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 5,12,00,000 രൂപ മാത്രമാണ്. കളങ്കാവലിന് 5,48,00,000 രൂപ നേടാൻ കഴിഞ്ഞു. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ എമ്പുരാൻ്റെ തൊട്ട് പിന്നാലെ നിൽക്കുന്നു കളങ്കാവൽ. അതിന് പിന്നാലെയാകുന്നു ബബവ. ഒരു നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ 99% 100% ഉറപ്പിച്ചിരുന്നു ഈ സിനിമ അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളത്. കേരളത്തിൽ നിന്ന് ഈ സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് 4,30,00,000 രൂപയോളമാണ്. ഗംഭീരമായിട്ടുള്ള ഒരു പ്രീ സെയിൽ തന്നെയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 24,00,000 രൂപ. അവിടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ വിതരണം വളരെ മോശമെന്ന് കാണിക്കുകയാണ്. ഓവർസീസിൽ നിന്ന് 58,15,000 രൂപയോളമാണ് വന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 കോടിക്ക് മുകളിലേക്ക് എത്തിയതാണ്. പക്ഷേ ഓവർസീസിൽ മോർണിംഗ്, ആഫ്റ്റർനൂൺ ഒക്കെ കുറച്ച് ഷോകൾ, കുറച്ചല്ല എല്ലാ ഷോകളും ക്യാൻസൽ ആവുന്നത് കാണുകയുണ്ടായി. കാരണം സാങ്കേതിക തകരാർ എന്നുള്ളത് തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഇടിവുണ്ടായി. ഇല്ലെങ്കിൽ തീർച്ചയായും 6 കോടിക്ക് മുകളിൽ പോകേണ്ടതാണ്. അങ്ങനെ 5,12,00,000 എത്തുകയാണ്. അങ്ങനെ തേർഡ് ബിഗ്ഗസ്റ്റ് മലയാളം വേൾഡ് വൈഡ് പ്രീ സെയിൽ ഓഫ് ദിസ് ഇയർ എത്തുകയാണ് എമ്പുരാൻ്റെയും കളങ്കാവലിൻ്റെയും മുന്നിൽ. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, 3ാം സ്ഥാനത്തേക്ക് ഈ ഒരു സിനിമ മാറുമ്പോൾ ഒരു കാര്യം നമ്മളിവിടെ കാണുകയാണ്, കളങ്കാവൽ വീണ്ടും കുതിച്ചുയരും. കാരണം അത് അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. ഒരിക്കലും നമുക്ക് അതിനെ താഴത്തേക്ക് വിടാൻ കഴിയില്ല. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം ഇക്കുറി ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഈ ദശാബ്ദത്തിലെ ഏറ്റവും മികച്ച സിനിമയെന്ന് പറയാം. അങ്ങനെ ഈ ഒരു 2025 ക്രിസ്മസ് സീസണിൽ നമ്പർ 1 ആകുമോ ഈ ഒരു സിനിമ എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.